അസ്സലാമു അലൈക്കും. ഏറ്റവും ബഹുമാനമുള്ള അധ്യക്ഷരവർകളെ, മാന്യ ശ്രോതാക്കളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പാവനമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഈ സുന്ദര സ്തുതിയിൽ നിങ്ങളുമായി സംവദിക്കാൻ അവസരം നൽകിയ അല്ലാഹുവിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. 1800 സംവത്സരങ്ങൾക്കപ്പുറം മാനവ സമൂഹം അധംപതനത്തിന്റെ അഗാധഗർത്തത്തിൽ അധംപതിച്ചിരുന്ന കാലഘട്ടത്തിൽ ആക്രമണത്തിന്റെയും അനീതിയുടെയും അനേക്കത്തിന്റെയും കൊടുങ്കാറ്റ് ലോകമെങ്ങും അടിച്ചു വീശിയപ്പോൾ സത്യത്തിന്റെ സുന്ദര സന്ദേശവുമായി പ്രവാചക പ്രഭു അഷ്റഫുൽ ഹൽഖ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യൻ മലയാളത്തെ ആഗതനായി ജനസമൂഹത്തിനെ പല മഹാ അത്ഭുതങ്ങൾ ദൃശ്യമായത് അവിടുത്തെ ശ്രേഷ്ഠതയ്ക്ക് മകളം ചാർത്തുന്നു. എന്നാൽ ചരിത്രകാരന്മാർ ആറാം നൂറ്റാണ്ടിൽ വിശേഷിപ്പിച്ചു ക്രൂരരും അക്രമികളുമായ ഒരു ജനവിഭാഗത്തെയായിരുന്നു അവിടത്തേക്ക് നേരിടേണ്ടി വന്നത്. തന്റെ രക്തത്തിൽ പിറന്ന ചോരക്കുഞ്ഞ് ഒരു പെൺകുട്ടിയാണ് എന്നറിഞ്ഞാൽ അവരുടെ മുഖം വികൃതമാവുകയും നിഷ്കളങ്കമായ ആ ചോരപ്പതിനെ ജീവനോടെ കുഴിച്ചു മൂടുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നും തന്നെ നമുക്ക് ഗ്രഹിക്കാം അവരുടെ ക്രൂരത എത്രമാത്രമായിരുന്നു എന്ന്. ആക്രമണവും കൊള്ളയും കൊള്ളയപ്പും കൊണ്ടും കൊടുത്തും നിത്യ സംഭവമാക്കിയ ആ സമൂഹം മദ്യത്തിലും മദ്രാശയിലുമായിരുന്നു അവർ സന്തോഷം കണ്ടെത്തുന്നത്. മനുഷ്യത്വത്തിന്റെ പാഠവാലം പോലും വായിച്ചു നോക്കാത്ത സംസ്കാര ശൂന്യനായ ആ ജനവിഭാഗത്തിലേക്കായിരുന്നു സന്മാർഗത്തിന്റെ സന്ദേശവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്നത്. അപ്പോൾ അവർ നബിയെ മർദ്ദിച്ച് അവശയാക്കുകയും വിമർശനത്തിന്റെ ക്രൂരമ്പുകൾ നബിക്കെതിരെ ഏറ്റുവിടുകയും ചെയ്തെങ്കിലും ചിറാത്ത ചിന്തോടും പതറാത്ത പദത്തോടും കൂടി പ്രബോധനം തുടരുകയും വെറും 23 വർഷം കൊണ്ട് ധർമ്മത്തിന്റെയും നീതിയുടെയും ആ വെളിച്ചം കാണാത്ത ആ അന്ധകാരത്തിൽ ജനിച്ചു വളർന്ന ആ ഭീകര ഹൃദയങ്ങളിലേക്ക് സന്മാർഗത്തിൻ പൊൻപ്രഭ ചൊരിഞ്ഞുകൊണ്ട് ലോകത്തിലെ നേതാക്കളെ മാറ്റിയെടുത്തു. ഇതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാരും ചിന്തകരും എഴുത്തുകാരുമെല്ലാം പ്രവാചകനെ തന്റെ നാവിത്തുമ്പിലൂടെയും തൂലികത്തുമ്പിലൂടെയും പ്രശംസിക്കുന്നു. എന്നാൽ സ്വരാജ സ്നേഹം ഈമാനിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ചു തന്ന പ്രവാചക സന്ദേശം ഇന്നത്തെ വർത്തമാനകാലത്തിൽ വളരെ ശ്രേഷ്ഠയുള്ളതാണ്. എന്നാൽ മനുഷ്യരെ മാത്രമല്ല സജീവികളോടും കരുണ കാണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ മാതൃകയാവണം. സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഭാഗമാകണം.